العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال صلى الله عليه وسلم ما من أحد يسلم علي إلا رد الله علي روحي حتى أرد عليه السلام يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബഹുമാനമുള്ള SKICR സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സ്ഥിരം പഠിതാക്കളെ, അഡ്മിനുകളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിന്റെ മഹത്വം എന്ന വിഷയത്തിൽ എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ട് ചെറിയ ഒരു ചർച്ച ഏതാനും ക്ലാസുകളായി നടന്നു വരികയാണ്. പ്രാമാണിക ബന്ധിതമായോ വലിയ പഠന വിധേയമായോ ഉള്ള ഒരു ക്ലാസ് എന്ന് ഇതിനെക്കുറിച്ച് നാം കണക്കാക്കുന്നില്ല. ചെറിയ തോതിലുള്ള ഒരു അന്വേഷണവും പഠനവും അറിയിക്കലുമായി മാത്രമേ ഇതിനെ ഗൗനിക്കേണ്ടതുള്ളൂ. നമ്മുടെ ഹബീബായ റസൂലിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ അതോടൊപ്പം സലാമിന്റെ മഹത്വം, അതിലൂടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, അതിലൂടെ ഉമ്മത്ത് മുസ്ലിമക്ക് ഉണ്ടാകുന്ന നേട്ടം, ഭൗതികവും ആത്മീയവുമായ വിജയം, അത്തരം മേഖലകളിലൊക്കെയുള്ള ഒരു ചെറിയ പഠനം എന്നേ ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. സ്വലാത്തിനെക്കുറിച്ച് അള്ളാഹുവിന്റെ സ്വലാത്തും മലക്കുകളുടെ സ്വലാത്തും അതുപോലെ വിശ്വാസികളുടെ സ്വലാത്തും ഒക്കെ ചെറിയ തോതിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അള്ളാഹുവിന്റേതും അല്ലാത്തതും, അതുപോലെ അള്ളാഹുവിന്റേതും മലക്കുകളുടേതും വിശ്വാസികളുടേതും, അങ്ങനെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറയപ്പെടുകയുണ്ടായി. ആ ആയത്തിന്റെ അവസാനത്തെ ഭാഗം യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ, ആ ഭാഗത്തായിരുന്നു നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരുന്നത്. സലാം എന്ന് പറയുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാം പറയുക എന്നത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് തുടങ്ങി തത്തുല്യമായ പ്രവാചകന്റെ മേലുള്ള സലാമിന്റെ വചനങ്ങൾ ഏതോ ആവട്ടെ, സലാം പറയുക എന്നത്, നബിയുടെ മേലുള്ള സലാം പറയുക എന്നത് നബിക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് അത് ആ സലാമിലൂടെ ഉണ്ടായിത്തീരുന്നത് നാം പ്രതീക്ഷിക്കുന്നത് ലോകത്തിന് ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവാനുള്ള ഒരു തേട്ടമാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിനാകെ അനുഗ്രഹമാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സലാമിന് വേണ്ടിയുള്ള അപേക്ഷ തേട്ടം, അത് ലോക സമാധാനത്തിന്റെ വചനമാണ്. സലാം മൊത്തത്തിൽ നമ്മൾ അഭിവാദ പ്രത്യാഭിവാദ്യങ്ങൾ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇസ്ലാം നിശ്ചയിച്ച ഒരു സംഗതിയാണല്ലോ സലാം. അത് മുസ്ലിം ലോകത്തിന്റെ മുസ്ലിങ്ങളുടെ തഹിയ്യത്താണ്. മുസ്ലിങ്ങളിലെ ചിലർക്ക് കണ്ടുമുട്ടുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു തഹിയ്യത്താണ്, ഒരു കാഴ്ചവെക്കലാണ്. അത് ഇസ്ലാമിന്റെ ഒരു നിയമവ്യവസ്ഥിതിയാണ്. ഒരു സ്നേഹവും സമാധാനവും ശാന്തിയും സുരക്ഷിതത്വവുമൊക്കെ
ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു തേട്ടം. അത് ചെറിയവർ വലിയവരോടും, നടക്കുന്നവർ ഇരിക്കുന്നവരോടും, വാഹനം യാത്രക്കാർ നടക്കുന്നവരോടും, കുറഞ്ഞ സംഘം വലിയ സംഘത്തോടുമൊക്കെ അങ്ങനെ സലാമിന്റെ പഠനങ്ങൾ സുദീർഘമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നടന്നു പോകുമ്പോൾ കുട്ടികളോട് സലാം പറയുമായിരുന്നു. സ്വന്തത്തിൽ താൻ നേരിടുന്ന ആളുകളോടൊക്കെ സലാം പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന ഒരു രീതി മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾ സലാം ഇങ്ങോട്ട് പറഞ്ഞാൽ, ഒരാൾ സലാം ഇങ്ങോട്ട് എത്തിച്ചു തന്നാൽ, ഒരാൾ പറയുകയാണ് എന്റെ പിതാവ് അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് മഹാനായ പ്രവാചകനോട് പറയുകയാണെങ്കിൽ പ്രവാചകൻ അലൈക്കസ്സലാമു വഅല അബീക്കസ്സലാം എന്ന് അങ്ങോട്ട് പറയുമായിരുന്നു. നമ്മൾ അസ്സലാമു അലൈക്കും എന്നൊരാൾ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ വഅലൈക അലൈഹിസ്സലാം എന്ന് പറയുന്നത് പോലെ ഈ അങ്ങനെ ഒരു സലാം എന്ന് പറയുന്നത് അത് ഈ ഭൗതിക ലോകത്തും ബർസഖിയ ലോകത്തേക്ക് പോയവരോടും നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇസ്ലാം നിയമമാക്കിയിട്ടുണ്ടല്ലോ, മരിച്ച് മറവിട്ട് കിടക്കുന്ന ആളുകളോട് ഖബർ ഷരീഫിന്റെ പരിസരത്തേക്ക് പോകുമ്പോൾ, മഖ്ബറകളുടെ സമീപത്തേക്ക് പോകുമ്പോൾ, വിശ്വാസികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറകളുടെ ശ്മശാന ഭൂമിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ ജന്നത്തുൽ ബഖീയിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയുമായിരുന്നു അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ. ഇതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അന്നയെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖൂലി അസ്സലാമു അലാ അഹ്ലി ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ എന്ന് പറയാൻ പഠിപ്പിക്കുമായിരുന്നു മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ സലാം എന്ന് പറയുന്നത് അത് ഈ ലോകത്തുള്ളവരോടും പരലോകത്തേക്ക് പോയവരോട് പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ്. അങ്ങനെ തന്നെ അത് പറഞ്ഞു വരുമ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അവിടുത്തെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അവിടത്തേക്കുള്ള സലാമിന്റെ ആ പവിത്രത, ആ മഹത്വമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ ഹദീസിൽ സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രാവശ്യം നാം പാരായണം ചെയ്ത ഒട്ടനവധി കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആയത്ത്, ആ ആയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തകളും നമ്മുടെ പഠനങ്ങളും നമ്മൾ വിശാലമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ആയത്തിൽ അത് എവിടെയെങ്കിലും പ്രമാണങ്ങളിലെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു സംഗതി എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ എന്ന് പറയുന്ന ഈ വചനത്തിൽ 63 അക്ഷരങ്ങളാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. 63 അക്ഷരങ്ങളാണ്. അത് അവിചാരിതമായി വന്നതാണ് എന്ന് പറയാൻ നിർവാഹമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വർഷക്കാലമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ഈ ആയത്തിന്റെ അവസാനത്തെ ആ ഭാഗത്ത് ഈ ആയത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സലാമിനെ ചൊല്ലാൻ വേണ്ടി തന്റെ സഹചരായ സഹാബാക്കൾക്ക് മനസ്സിലാക്കാൻ, അറിയിക്കാൻ, പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു ആയത്താണല്ലോ. അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിലൂടെ നസലത്ത് ഹാദിഹിൽ ആയ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമറല്ലാഹു അസ്ഹാബഹു അൻ യുസല്ലിമു അലൈഹി, ആ നബിയുടെ മേൽ സലാം ചൊല്ലാൻ തന്റെ സ്വഹാബാക്കൾക്ക് അള്ളാഹു പഠിപ്പിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. വകദാലിക മിൻ ബഅദിഹിം ഉമിറു അൻ യുസല്ലിമു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഹുദൂരിഹിം ഖബ്റഹു വഇൻദ ദിക്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സന്നിധിയിലും അവിടുത്തെ പറയുമ്പോഴും അവിടുത്തെ ഓർക്കുമ്പോഴും സ്വലാത്തും സലാമും ചൊല്ലാൻ കൽപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു, രണ്ടും അതിൽ ലാസിമായി വന്നിട്ടുണ്ട്. രണ്ടും സ്വലാത്തുമുണ്ട്, സലാമുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് സ്വഹാബത്തെ കിറാം പ്രവാചകന്റെ സ്വലാത്തും സലാമും ചൊല്ലുമായിരുന്നു, സലാം പറയുമായിരുന്നു.
പറയുമായിരുന്നു. മരണശേഷം അവിടുത്തെ ഖബർ ഷരീഫിൽ ചെന്നുകൊണ്ട് സലാം പറയുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വസിയാറത്തു ഖബ്രിഹി സുന്നത്തും മിൻ സുന്നത്തിൽ മുസ്ലിമീന, അത് മുസ്ലിങ്ങളുടെ സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്താണ്, അവരുടെ ചര്യകളിൽപ്പെട്ട ഒരു പ്രധാന സുന്നത്താണ്. മാത്രമല്ല അതിലേക്ക് ആഗ്രഹിപ്പിക്കുന്ന അതിന്റെ ഒരു പ്രതിഫലത്തെ, അതിന്റെ ശ്രേഷ്ഠതയെ വലിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു ചിന്ത ഇതിലൂടെ നൽകുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സലാം പറയണം, ജീവിതകാലത്ത് മാത്രം പോരാ, മരിച്ചാൽ പോലും സലാം പറയണം, ആ ബന്ധം ഉണ്ടാവണം എന്ന അർത്ഥത്തിൽ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു യുസല്ലിമു അലൽ ഖബ്രി റഅയ്തുഹു. ബഹുമാനപ്പെട്ട ഇമാം നാഫി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന ഇബ്നു ഉമർ യുസല്ലിം, കാന അവിടുന്നായിരുന്നു ഖബറിന്റെ മേൽ ഖബർ ആളുകൾക്ക് സലാം പറയുമായിരുന്നു. റഅയ്തുഹു മിഅത മറത്തൻ വ അക്സർ യജീഉ ഇലൽ ഖബ്രി ഫയഖൂലു അസ്സലാമു അലൻ നബി, അസ്സലാമു അലാ അബി ബക്കർ, അസ്സലാമു അലാ അസ്സലാമു അലാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇങ്ങനെ സലാം പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്വഹാബത്തിന്റെയും സലഫുകളിൽപ്പെട്ട ഒരുപാട് സ്വഹാബത്തെ കിറാമിന്റെയും അങ്ങനെ തുടങ്ങി താബികളുടെയും ഒക്കെ ചരിത്രമെടുത്ത് നോക്കിയാൽ സലാം എന്ന് പറയുന്നത് വലിയൊരു കർമ്മമായി ഉമ്മത്ത് മുസ്ലിമ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ആളുകൾ പറയുന്നു, റഅയ്തു അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ കണ്ടു, അതാ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്നു, ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പേരിൽ സലാം പറഞ്ഞു പിരിഞ്ഞുപോയി. അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യഖൂലുൽ മുസല്ലിമു, സലാം പറയുന്നവൻ പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സലാം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, വഖാല യസീദ് ബിൻ അബി സഈദ് അൽ മഹരി എന്ന് പറയുന്ന ആൾ പറയുകയാണ്, ഖദിംതു അല ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ അടുക്കൽ ഞാൻ മുന്നിട്ടു, ഞാൻ കടന്നു ചെന്നു. ഫലമ്മ വദ്ദഅതുഹു ഖാല ലി ഇലൈക ഹാജത്തുൻ, ഞാൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, എനിക്കൊരാവശ്യമുണ്ട് അങ്ങയോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ബഹുമാനപ്പെട്ട യസീദ് ബിൻ അബി സഈദ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ സന്നിധിയിൽ ചെന്ന് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോരുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് യസീദ് ബിൻ അബി സഈദിനോട്, ലീ ഇലൈക ഹാജത്തുൻ, എനിക്ക് അങ്ങയിൽ ഒരു ആവശ്യമുണ്ട്. എന്താണത്? ഇദാ അതൈതൽ മദീന സതറ ഖബ്റൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖ്രിഹ് മിന്നിസ്സലാം എന്ന് പറഞ്ഞാൽ, അങ്ങെങ്ങാനും മദീനയിലേക്ക് കടന്നു എന്നാൽ അവിടെ നിന്ന് പ്രവാചകന്റെ ഖബറിനെ കാണുകയും ചെയ്താൽ എന്നിൽ നിന്നുള്ള സലാം, അഥവാ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഈ എന്നിൽ നിന്നുള്ള സലാം അവിടെ പറയണം എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് യസീദ് ബിൻ അബി സഈദിനെ ഏൽപ്പിക്കുന്ന സംഭവം. മറഞ്ഞ ദൂരെ ദിക്കിലുള്ള ആളുകൾ പറഞ്ഞയക്കുന്ന, ജീവിച്ചിരിക്കുന്ന ആളുകളോട് സലാം പറഞ്ഞയക്കുന്നത് പോലെ സലാം പറഞ്ഞയക്കുന്ന അവസ്ഥയും പോലും നമ്മുടെ സലഫിന്റെ അവസ്ഥകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു സലാമിന്റെ ബന്ധത്തെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ആര് എവിടെ നിന്ന് സലാം പറഞ്ഞാലും മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ, ഒരാളും എന്റെ മേൽ സലാം പറയുകയാണെങ്കിൽ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, എന്റെ ആത്മാവിനെ എന്റെ മേൽ മടക്കിയിട്ടല്ലാതെ ഇല്ല, ഹത്താ അറുദ്ദ അലൈഹിസ്സലാം, അവന്റെ മേൽ ഞാൻ ആ സലാം മടക്കുന്നത് വരെ. അപ്പൊ സലാം എന്ന് പറയുന്നത്, ഈ സലാമിന് ചില സാരം, അതിനുള്ള മഅന, അതിന്റെ അർത്ഥങ്ങൾ പല ചർച്ചകളും പണ്ഡിത ലോകത്ത് നടക്കുന്നുണ്ട്. എന്താണ് സലാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അതുവരെ ചർച്ചയാണ്.
നബിയുടെ മേൽ സലാം ചൊല്ലുന്നതിന്റെ അർത്ഥം സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിലൊന്നായ സലാം അങ്ങയുടെ മേലുണ്ടാവട്ടെ എന്നാണ്. അഥവാ പുണ്യങ്ങളും ഗുണങ്ങളും അങ്ങേക്കെപ്പോഴും ഉണ്ടാവട്ടെ, വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അങ്ങേക്ക് സുരക്ഷിതത്വം ഉണ്ടാവട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. എന്താ കാരണം? പുണ്യങ്ങളും ഗുണങ്ങളും അത് എല്ലാം ഒത്തുകൂടുമ്പോഴാണ് കുഴപ്പങ്ങളും ആപത്തുകളും ഇല്ലാതിരിക്കുക. ആ രീതിയിൽ ആവട്ടെ എന്ന തേട്ടമാണ്. സലാമിന് മറ്റൊരർത്ഥം സംരക്ഷണം എന്നർത്ഥമുണ്ട്. അതായത് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അള്ളാഹു അങ്ങേക്ക് സംരക്ഷണം നൽകട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ഇങ്ങനെ പറയുമ്പോ അഥവാ നബിയുടെ മേൽ നമ്മുടെ നേതാവായ മുഹമ്മദിന്റെ പേരിൽ സലാം ഉണ്ടാവട്ടെ, സുരക്ഷിതത്വം ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം എന്ന്. അപ്പൊ സലാമിന്റെ അർത്ഥത്തിലും ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. സലാമിന് വസല്ലിമൂ തസ്ലീമാ, കീഴടങ്ങുക എന്ന് ഇതിന് അർത്ഥമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വസല്ലിമൂ തസ്ലീമാ എന്നതിന് നബിയുടെ കൽപ്പന നിങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുക എന്നാണ്. വസല്ലിമൂ തസ്ലീമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ നബിയുടെ കൽപ്പന പൂർണ്ണമായും നിങ്ങൾ അംഗീകരിക്കുക എന്നാണ്. ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഇതിനുണ്ട്. സലാം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ സലാമിന്റെ വചനങ്ങളും നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നാം സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സലാം എന്ന് പറയുന്നത് അത് നബിക്ക് വേണ്ടിയുള്ളൊരു തേട്ടമല്ല. അത് ഈ ലോകത്തെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വ്യക്തികൾക്കും ശക്തികൾക്കും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവാനുള്ള ഒരു തേട്ടമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബിയുടെ അടുക്കൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇങ്ങനെ സലാം ഓതുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സലാം പറയുകയാണ്, സലാം ഓതുകയാണ്. അസ്സലാമു അലൈക യാ അവ്വലു, അസ്സലാമു അലൈക യാ ആഖിറു, അസ്സലാമു അലൈക യാ ബാത്തിനു, അസ്സലാമു അലൈക യാ ലാഹിറു. ഒന്നാമനായ അങ്ങയുടെ മേൽ സലാം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ അവ്വലു, ഒന്നാമനായ അങ്ങയുടെ മേൽ സലാം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ആഖിറു, അവസാനത്തവരായ അങ്ങയുടെ മേൽ സലാം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ബാത്തിനു, അപ്രത്യക്ഷരായ അങ്ങയുടെ മേൽ, മറഞ്ഞതായ അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ലാഹിറു, പ്രത്യക്ഷരായ അങ്ങയുടെ മേൽ സലാം ഉണ്ടാവട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രയും പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ, ഈ വിശേഷങ്ങൾ സൃഷ്ടാവിന്റേതാണല്ലോ, ഈ പറയുന്നതെല്ലാം സൃഷ്ടികർത്താവിന്റെ വിശേഷണങ്ങളാണല്ലോ. എന്നെപ്പോലുള്ള ഒരു സൃഷ്ടിക്ക്, എന്നെപ്പോലുള്ള ഒരു മഹലൂക്കന്, എന്നെപ്പോലുള്ള ഈ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിശേഷണം ചാർത്തുക എന്നത് അത് ശരിയല്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഈ വചനങ്ങൾ കൊണ്ട് സലാം പറയാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ്, എന്നോട് കൽപ്പിച്ചതാണ്. ഈ വചനങ്ങളെ കൊണ്ട് പോയി സലാം പറയണം മുഹമ്മദിനോട് എന്ന് എന്നെ ഏൽപ്പിച്ചതാണ്, കൽപ്പിച്ചതാണ്. സൃഷ്ടികൾക്ക് മറ്റാർക്കുമില്ലാത്ത, താങ്കൾക്ക് മാത്രമുള്ള വിശേഷണങ്ങളാണിത്. സൃഷ്ടിയാണ് അങ്ങ് എങ്കിൽ പോലും, അങ്ങ് മഖ്ലൂഖാണ് എങ്കിൽ പോലും, അങ്ങ് സൃഷ്ടികളിൽപ്പെട്ട ആളാണെങ്കിൽ പോലും, അങ്ങ് മനുഷ്യ മക്കളിൽപ്പെട്ട ആളാണ് എന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ സലാം കൊണ്ട് അങ്ങയോട് സലാം പറയാൻ എന്നെ ഏൽപ്പിച്ചതാണ്. സൃഷ്ടികളിൽ മറ്റാർക്കുമില്ലാത്ത വലിയ വിശേഷണങ്ങളും ശ്രേഷ്ഠതകളും പ്രത്യേകതകളും അങ്ങേക്കുണ്ട്.
അള്ളാഹു താങ്കൾക്ക് നൽകിയ പേരാണ് ഒന്നാമൻ. നാം ഈ ഭാഗം നേരത്തെ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. അസ്സലാമു അലൈക യാ അവ്വലു, അസ്സലാമു അലൈക യാ അവ്വലു, ആദ്യത്തെവരെ അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. അവ്വലു, അവ്വലുൽ ഖൽഖി, അവ്വലുഹും ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅസി. ഹദീസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. ഒട്ടനവധി ഹദീസുകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ മുഴുവനും സൃഷ്ടിപ്പിന്റെ തുടക്കക്കാരനെന്ന് ഹദീസിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും വചനങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഈ ചർച്ചയിൽ, ഈ ചെറുപഠനത്തിൽ നാം പറഞ്ഞുപോയതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആദ്യത്തെവാരായ അങ്ങ്, അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. നാം പറഞ്ഞുപോയതാണ്. അവിടുത്തെ പ്രഭ പടച്ചതും അവിടുത്തെ പടച്ചതും ആ സംഗതികളെ കുറേയേറെ നമ്മൾ വിശദീകരണം നടത്തിയിട്ടുണ്ട്. ഇനി അസ്സലാമു അലൈക യാ ആഖിറു, അങ്ങ് അവസാനത്തവരായ അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. അതിന്റെ അർത്ഥം എന്താ? ആഖിറു എന്ന് പറഞ്ഞാൽ അവസാനത്തവൻ. വആഖിറുഹും ഫിൽ ബഅസി, നിയോഗത്തിൽ അവർ അവസാനത്തവരാണ്. സൃഷ്ടിപ്പിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയെ പടച്ചിട്ടുണ്ട്. ആ പ്രഭ, ആ നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ അവിടുത്തെ മുതുകിൽ നിക്ഷേപിച്ചു. ആദം നബി അലൈഹിസ്സലാം തൊട്ട് 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാ മുർസലുകളിലൂടെ അവരിൽ പ്രഗത്ഭരും ഉന്നതരും ഔന്നത്യമുള്ളവരും ഉത്കൃഷ്ടരുമായ ആളുകളുടെ മുതുകിലൂടെ സ്പർശിച്ചിങ്ങോട്ട് കടന്നു വന്ന ആ പ്രഭയാണ് അങ്ങ് അവസാനത്തെ പ്രവാചകനായിട്ട് വആഖിറുഹും ഫിൽ ബഅസി, നിയോഗത്തിൽ അവസാനത്തവരായിട്ട് അങ്ങ് ഇങ്ങോട്ട് കടന്നു വരികയാണ്. അങ്ങ് അവസാനത്തവരാണ്. അസ്സലാമു അലൈക യാ ആഖിറു, അസ്സലാമു അലൈക യാ ബാത്തിനു, അങ്ങ് അപ്രത്യക്ഷമായ ആളാണ്. അപ്രത്യക്ഷമായ ആളുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. എന്താണ് അങ്ങനെ ഒരു നാമം അവിടുത്തെ കൽപ്പിക്കാനുണ്ടായ കാരണം? താങ്കൾക്ക് അവൻ നൽകിയ മറ്റൊരു നാമമാണല്ലോ അപ്രത്യക്ഷമായവൻ എന്നത്. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 2000 വർഷം മുമ്പേ താങ്കളുടെ നാമം അവന്റെ നാമത്തോടൊപ്പം അർശിന്റെ തൂണിൽ അവൻ കുറിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. സാധാരണയിൽ നമ്മുടെ മൗലിക കിതാബുകളിലൊക്കെ നമ്മൾ ഓതിപ്പോകാറുള്ള, പറഞ്ഞു പോകാറുള്ള, പഠിച്ചു പോകാറുള്ള, പറഞ്ഞു പോകാറുള്ള ആ നാമം അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അർശിന്റെ മുകളിൽ തൂണിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചതിനു ശേഷം സ്വലാത്ത് ചൊല്ലാൻ ഒരു ഉത്തരവിടുകയാണ്, കൽപ്പിക്കുകയാണ്. അള്ളാഹു ചെയ്യുന്ന കർമ്മം, മലക്കുകൾ ചെയ്യുന്ന കർമ്മം. അങ്ങനെ അപ്പൊ പറഞ്ഞു വരുന്നത് അസ്സലാമു അലൈക യാ അവ്വലു, അസ്സലാമു അലൈക യാ ആഖിറു, അസ്സലാമു അലൈക യാ ബാത്തിനു. അപ്രത്യക്ഷമായവരായ, അന്ന് അപ്രത്യക്ഷമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ആയിരക്കണക്കിന് വർഷം ഇവിടെ സ്വലാത്ത് ചൊല്ലപ്പെട്ടു. പിന്നീട് അള്ളാഹു അങ്ങയെ നിയോഗിച്ചു. പിന്നീട് അങ്ങയെ ഇവിടുത്തെ ബഷീറായി, നദീറായി ഈ ഭൂമി ലോകത്തെ മനുഷ്യമക്കളെ സത്യത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ പ്രബോധകരായി ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചു. അന്നത്തെ ആ പ്രഭ ഒരു കിടവിളക്കായി, ഒരു പ്രഭ പരത്തുന്ന വിളക്കായി ഇവിടെ കടന്നു വന്നു. ഈമാനിന്റെ പ്രഭ നൽകി വിശ്വാസികളെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. നാദാ എന്റുമ്മാക്ക് നീ നൽകണം സ്വർഗം, പരനേ ഞാനെന്നും കേഴുന്നതിന്. ഈ ദുനിയാവിൽ എനിക്കായി എന്റുമ്മ യാതനയേറെ സഹിച്ചിരുന്നു.
ഞാനിന്ന് കാണുന്ന അഴകുള്ള ലോകം എനിക്കായി തന്നുള്ള പൊന്നുമ്മയാ. വാപ്പിസ്താദ് എവിടം വരെ നമ്മൾ ജിബ്രീൽ പറഞ്ഞ സലാമിന്റെ മുഴുവൻ ഭാഗങ്ങളും തുടങ്ങിയത് മുതലേ കട്ടായിട്ടുണ്ടോ? 1 മിനിറ്റ് ആയുള്ളൂ. മാഷാ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അസ്സലാമു അലൈക യാ അവ്വലു അസ്സലാമു അലൈക യാ ആഖിറു അസ്സലാമു അലൈക യാ ബാത്തിനു അസ്സലാമു അലൈക യാ ലാഹിറു എന്നിങ്ങനെ സലാം പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ച് നേരിൽ വന്ന് പറയുകയാണ്. ആ ഒരു സംഭാഷണമായിരുന്നു നമ്മൾ പറഞ്ഞത്. അവസാനം അസ്സലാമു അലൈക യാ ലാഹിറു. ഇതെല്ലാം കഴിഞ്ഞ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ആ പ്രഭ, അത് അവസാനത്തെ പ്രവാചകനായി ആകാശഭൂമിയിൽ അങ്ങയുടെ പ്രവാചകത്വവും മഹത്വവുമൊക്കെ ശ്രേഷ്ഠതയും അവിടുന്ന് കൊണ്ടുവന്ന ദീനുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ് യാ ലാഹിറു എന്ന് പറയുന്നതിന്റെ അർത്ഥവിവക്ഷ. അപ്പോൾ അങ്ങനെ വരെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സൃഷ്ടി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റഊഫ് റഹീം എന്ന് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മഹാനായ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സലാം എന്ന് പറയുന്ന ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സലാമിന്റെ ഒരു രീതിയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു രീതിയാണ് നമ്മളിവിടെ പറഞ്ഞത്. സലാമിന്റെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അചേതന വസ്തുക്കളും ജീവജാലങ്ങളും സസ്യലതാദികളും ഒക്കെ സലാം പറയുന്ന രീതികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ സലാം എന്ന് പറയുന്നതിനെ നമ്മൾ തശഹുദിൽ പറയുന്ന സലാമിനെ കുറിച്ച് നമ്മൾ ഭാഗികമായി പറഞ്ഞു പോവുകയുണ്ടായി. അത്തഹിയാത്തു വൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്ന ആ സലാം, ഈ സലാമിനെ കുറിച്ച് പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ മരണത്തിന് ശേഷം ഇങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ഇങ്ങനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയാൻ പറ്റുമോ? അതിൽ ശിർക്ക് വന്ന് പെടുകയില്ലേ എന്നൊക്കെ ചില ആശങ്കകൾ ഉണ്ടാക്കി തീർത്തുകൊണ്ടുള്ള ചില ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. വകഫി ബൈന കഫൈഹി, എന്റെ മുൻകൈ അദ്ദേഹത്തിന്റെ കയ്യിലാണ്, എന്റെ മുൻകൈ, എന്റെ ഉള്ളം കൈ റസൂലിന്റെ കയ്യിലാണ്, എന്റെ കൈ. ആ നിലയ്ക്ക് എനിക്ക് അത്തഹിയാത്തിന് തശഹുദിനെ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഏതുപോലെ കമായു അല്ലിമുനി സൂറത്ത മിനൽ ഖുർആൻ, ഖുർആൻ എന്നുള്ളൊരു സൂറത്തിനെ പഠിപ്പിക്കുന്നത് പോലെ എനിക്ക് അത്തഹിയാത്തിനെ തശഹുദിനെ എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്വയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് തുടങ്ങിയതിന്റെ അവസാനം വരെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വഹുവബൈന, അത് ഞങ്ങൾക്കിടയിൽ പ്രവാചകൻ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ പഠിപ്പിച്ചു, ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് പോന്നു. ഫലമ്മാ ഖുബില, അങ്ങനെ റസൂലിനെ മരിപ്പിക്കപ്പെട്ടപ്പോൾ, റസൂൽ മരിച്ചു പോയപ്പോൾ അസ്സലാമു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഒരു ഇജ്തിഹാദ് അനുസരിച്ച് പറഞ്ഞ ഒരു സംഭവം അത് പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണശേഷം അസ്സലാമു അലൈക എന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾ, നമ്മുടെ അയിമ്മത്തുകളൊക്കെ നമ്മെ പഠിപ്പിച്ചത്, അത്തഹിയാത്തിന്റെ രൂപം നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നിസ്കാരത്തിലും അവിടുത്തെ സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ഒക്കെ ചെയ്ത അത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ വന്ന ആ ഹദീസിൽ നമ്മെ പഠിപ്പിച്ച അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അങ്ങയുടെ മേൽ, നബിയുടെ മേൽ അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്നാണ്. അവിടെ
അവിടെ ഇതാണ് ഏറ്റവും അസഹായത്. അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത്, ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ സ്വലാത്തിന്റെയും സലാമിന്റെയും വചനം. ഇതാണ് സലാമിന്റെ വചനം. ഇവിടെ ഹാദാ ഹുവൽ അസഹു, ഇതാണ് ഏറ്റവും അസഹായത്. നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലമഹു അസ്ഹാബഹു, തന്റെ സ്വഹാബാക്കളെ ഇതാണ് പഠിപ്പിച്ചത്. വലം യഖുൽ, അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല ഇദാ മിത്തു ഫഖൂലു അസ്സലാമു അലൻ നബി, ഞാൻ മരിച്ചാൽ നിങ്ങൾ അസ്സലാമു അലൻ നബി എന്ന് പറയണം എന്ന് മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് ചാൻസ് ഇല്ല എന്നാണ് പണ്ഡിത ലോകം സ്ഥിരപ്പെടുത്തുന്നത്. ഇജ്മാഉ കൊണ്ട് അതാണ് ഇജ്മാഉ ചെയ്യുന്നത്. അപ്പോൾ അസ്സലാമു അലൈക, അങ്ങയുടെ മേൽ അവിടുത്തെ രക്ഷയുണ്ടാവട്ടെ എന്ന് എങ്ങനെ നേർക്ക് നേരെ മുഖാമുഖം ഇരുന്ന് സംസാരിക്കുന്ന ആള് പറയുന്നത് പോലെ ഏത് ദിക്കിൽ നിന്ന് പറയുമ്പോഴും ഏത് ദൂരദിക്കിൽ നിന്ന് സംസാരിക്കുമ്പോഴും മദീനയിലുള്ളവർ മദീനയിൽ വെച്ച് നിസ്കരിക്കുമ്പോഴും അതുപോലെ മക്കത്തുള്ളവർ നിസ്കരിക്കുമ്പോഴും ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ നിന്ന് നിസ്കരിക്കുന്നവരും അത് ഏത് രാജ്യക്കാരായാലും ഏത് പ്രദേശത്തുകാരായാലും എല്ലാവരും ചൊല്ലേണ്ടുന്ന സ്വലാത്തിന്റെ വചനം അതാണ് നമ്മെ ഈ പഠിപ്പിച്ചത്. ഏതുപോലെയൊക്കെ അന്നഹു അമാമക തുഹാത്തിബുഹു, തന്റെ മുമ്പിലുള്ള ഒരാളോട് മുഹാത്തിബ്, അത ഖിതാബ് നടത്തുന്നത് പോലെ അഭിമുഖ സംഭാഷണം നടത്തുന്നത് പോലെ ചെയ്യണം എന്നാണ്. അപ്പോൾ അത് ഒരു ചർച്ച പണ്ഡിത ലോകത്തുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയിലും അതുപോലെ ബഹുമാനപ്പെട്ട അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അമ്മാമ വർദ ഫീ സ്വഹീഹിൽ ബുഖാരി അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അന്നഹും കാനൂ യഖൂലൂന ബഅദ വഫാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൻ നബിയ്യി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയുടെ വഫാത്തിന് ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഇജ്തിഹാദ് പ്രകാരം അങ്ങനെ ചില ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ അസ്സലാമു അലൻ നബിയ്യി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഫഹാദ മിൻ ഇജ്തിഹാദാതിഹി, ഇത് അദ്ദേഹത്തിന്റെ ചില ഇജ്തിഹാദാത്തുകളിൽ പെട്ടതാണ്. അല്ലത്തി ഖാലഫഹു ഫീഹാ മൻ ഹുവ അഅലമു മിൻഹു, അദ്ദേഹത്തെക്കാൾ അറിവുള്ള ആളുകളുടെ ആ ഒരു അവരുടെ ചിന്തകൾക്കൊക്കെ എതിരായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. ഫഇന്നഹു ഖതബൻ നാസ അലാ മിൻബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിലെ മിമ്പറിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുതുബ നടത്തിക്കൊണ്ട് പറയുന്നുണ്ട്. വഖാല ഫി തശഹുദി അത്തഹിയാത്തിൽ അദ്ദേഹം പറയാണ് അസ്സലാമു അലൈക, വഖാല പറയണം ഫി തശഹുദി അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തന്റെ മുവത്തയിൽ അസഹായ ബിസനദിൻ മിൻ അസഹിൽ അസാനീദി, സനദുകളൊക്കെ സഹിയായ സനദ് കൊണ്ട് അദ്ദേഹം ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചർച്ചകൾക്കൊന്നും അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആശങ്കകൾക്കൊന്നും ഒരു വകയും ഇല്ലാത്ത വിധം അത് പണ്ഡിത ലോകം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സലാമിനെ പറയേണ്ടുന്ന രീതിയെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ സലാം എന്ന് പറയുന്നത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. ആ സലാമിനെയൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഒരു പറ്റം മലായിക്കത്തുകൾ അതിനിങ്ങനെ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. സലാം പറയുമ്പോഴേക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ അങ്ങനെ പ്രവാചകന്റെ റൂഹിനെ തിരിച്ചു വരികയും അതിന് മടക്കുകയും ആ സലാം ഏറ്റെടുക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ട് എന്ന് തന്നെയാണ് നാം വിശ്വസിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈമാൻ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ കൊണ്ട് ദൗർബല്യമായി പോവാൻ പാടില്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വൃക്ഷങ്ങളും കല്ലുകളും മരങ്ങളുമൊക്കെ സലാം പറഞ്ഞ കഥകളൊക്കെ ചില ഭാഗികമായി നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ പറയുകയുണ്ടായി. അതിൽ ഞാനൊരു പദ്യം ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു പദ്യം നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പദ്യം, അതുമായി ബന്ധപ്പെട്ട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബുമായിട്ട് ഈ പ്രപഞ്ചത്തിലെ പല സംഗതികൾക്കും വലിയ ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കും വിധം ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖ് ഇന്ന ലഹു
മിൻ ഖൽബിഹി നിസ്ബത്തും മബ്റൂറത്തുൽ ഖസമി അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖി ഇന്നലഹു. പിളർക്കപ്പെട്ട ചന്ദ്രനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അഖ്സംതു ബിൽ ഖമരി, ചന്ദ്രനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അൽ മുൻശഖി, പിളർക്കപ്പെട്ട ആ ചന്ദ്രനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എന്താ? ഇന്നലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ, ഇന്നലഹു നിശ്ചയമാ ചന്ദ്രനെ കൊണ്ട് മിൻ ഖൽബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയവുമായിട്ട് നിസ്ബത്തുൻ ഒരു ബന്ധമുണ്ട്. മക്ക ഖുറൈശികൾ, മക്ക കുഫാറുകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ തൗഹീദിനെ വെല്ലുവിളിക്കാൻ വേണ്ടി കടന്നു വന്ന രംഗം നമുക്കറിയാം. ചന്ദ്രനെ പിളർത്തിയ രംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തന്റെ ഖസീദത്തുൽ ബുർദയിൽ ഈ പദ്യം ഉദ്ധരിക്കുന്നത്. ചന്ദ്രന്റെ പിളർപ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പിളർന്ന ചന്ദ്രന്റെ നാദനെ പിടിച്ച് ആണ് ബഹുമാനപ്പെട്ടവർ സത്യം ചെയ്ത് പറയുന്നത്. അവിടുത്തെ ഹാർട്ടുമായി, അവിടുത്തെ കൽബുമായി ഈ വിഷയത്തിൽ സാമ്യതയുണ്ട്, ബന്ധമുണ്ട്. മബ്റൂറത്തുൽ ഖസം, ഈ സത്യം ചെയ്യൽ അത് 100% ഒരു യഥാർത്ഥ സത്യമത്രേ എന്നാണ് ആ കവിതയുടെ അർത്ഥം. സത്യം ചെയ്യുന്നത് അള്ളാഹുവിനെ പിടിച്ചാണ്. സൃഷ്ടിയെ പിടിച്ച് സത്യം ചെയ്യരുത്. എന്നാൽ അള്ളാഹുവിന് സൃഷ്ടിയെ പിടിച്ച് സത്യമാവാം, അള്ളാഹുവിന് സൃഷ്ടിയെ പിടിച്ച് സത്യം പറയാം. ഈ പദ്യം വെച്ച് ഇമാം ബൂസൂരി ഇമാമിനെ വിമർശിക്കുന്നുണ്ട് പല ആളുകളും. അത് വലിയൊരു ചർച്ചയാണ്, മറ്റൊരു വിഷയമാണ്. ഇമാം ബൂസൂരിയുടെ ഖസീദത്തുൽ ബുർദ അത് നമുക്ക് മറ്റൊരു ചർച്ചയായിട്ട് കൊണ്ടുവരേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് തീരുന്നതോടുകൂടി ഞാൻ അത്തരം ചില ചിന്തകൾ എന്റെ മനസ്സിലുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്ക് പറയണം, ഒരുപാട് പറയണം. അവിടുത്തെ കുറിച്ച് ഒരുപാട് പഠിക്കണം, അവിടുത്തെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കണം, അവിടുത്തെ മാനുഷികതയെക്കുറിച്ച് നമ്മൾ ഓർക്കണം, അറിയണം. അതൊരു വിശ്വാസിയുടെ കടമയാണ്, കടപ്പാടാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ഞാൻ ആ വിമർശനാത്മകമായ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചന്ദ്രൻ പിളർന്ന സംഭവം ഖുർആൻ വിവരിച്ചതാണിത്. ഖുർആനിലുണ്ടല്ലോ വൻഷക്കൽ ഖമർ എന്ന് പറയുന്ന ആയത്തിന്റെ ആ ചർച്ചയാണിത്. പ്രവാചക ജീവിതത്തിൽ ഇങ്ങനെ 2 തവണ ചന്ദ്രന്റെ പിളർപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവാനാണെന്നതിലേക്ക് അസാധാരണ സംഭവം, ഒരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കാൻ മക്ക കുഫാറുകൾ ആവശ്യപ്പെട്ടപ്പോഴാണ് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തത്. പക്ഷെ അവരത് പറഞ്ഞത് അത് സിഹറാണ്, അത് മാജിക്കാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു പോയി. ചന്ദ്രൻ പിളർന്ന് 2 കഷ്ണമാവലും ഓരോ കഷ്ണവും ചുരുങ്ങി മക്കയിലെ ഓരോ മലകളുടെ മുകളിൽ വെക്കാൻ പാകത്തക്ക വിധത്തിൽ ഇങ്ങനെ വരിക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അസംഭവ്യമല്ല. സംഭവിക്കാം. മാത്രമല്ല ഇന്നത്തെ സയന്റിസ്റ്റ് പോലും, ശാസ്ത്രം വികസിച്ച ഈ കാലഘട്ടത്തിൽ പോലും ചിന്തിച്ചാൽ ശാസ്ത്രീയ ലോകം പോലും സമ്മതിക്കുന്ന ഒരു സംഗതിയാണ് പ്രപഞ്ചം വികസിക്കുന്നു എന്നത്. പ്രപഞ്ചം വികസിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതിന്റെ സാരം പ്രപഞ്ചം ചുരുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണല്ലോ. പ്രപഞ്ചം ഇങ്ങനെ ചുരുങ്ങിക്കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കണമല്ലോ. നാം ഉപയോഗിക്കുന്ന ഒരു ബെഡ്ഷീറ്റ്, ഒരു ബെഡ് അല്ലെങ്കിൽ ഒരു തലയണ, അതൊക്കെ ചുരുങ്ങിയാൽ നമുക്ക് യാത്രാവേളയിൽ നമ്മൾ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ദീർഘയാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ സൂട്ട് കേസിലുമൊക്കെ മടക്കി ഒതുക്കി വെക്കാൻ സാധിക്കും. ഇങ്ങനെ വികസിക്കുന്ന ഒരു സാധനത്തെ അത് ചുരുക്കി ഒരു പരുവത്തിലാക്കി ഒരു മകലമുകളിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് മുഹാലല്ല, അത് മുസ്തഹീലായ ഒരു സംഗതിയല്ല. അള്ളാഹുവിന് അത് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ആരാണ് ആവശ്യപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ ലീഡർ ആവശ്യപ്പെടുകയാണ്. എന്തിനാണ് ആവശ്യപ്പെടുന്നത്? തന്റെ തൗഹീദിനെ തന്റെ മുമ്പിലുള്ള അവിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്, ശ്രമം ആണ്.
അത് വിജയിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമ തേടുമ്പോൾ അത് റബ്ബ് ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ ചുരുങ്ങി ഇങ്ങോട്ട് പർവ്വതത്തിലേക്ക് ഇറങ്ങി വരിക, അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ശാസ്ത്രത്തിന് പോലും അത് നിഷേധിക്കാൻ സാധിക്കാത്ത വിധം ശരിയായി വരികയാണ് ചിന്തിക്കുമ്പോൾ. ചുരുങ്ങി വരുന്ന ആ സാധനം ചുരുളാൽ നിവർത്തി പഴയ രൂപത്തിൽ അങ്ങോട്ട് പറഞ്ഞയക്കാൻ സാധിക്കുമല്ലോ. പിന്നെ ഒരു സംഭവം അതിലുള്ളത് എന്താണെന്നറിയോ? വളരെ ചിന്തിക്കേണ്ട വേറെ സംഗതിയുണ്ട്. ഇപ്പൊ സൂര്യൻ ഇങ്ങോട്ട് അടുത്ത് വന്നാൽ, ചന്ദ്രൻ ഇങ്ങോട്ട് നമ്മളിലേക്ക് അടുത്ത് വന്നാൽ അത് വലിയൊരു സ്ഫോടനാത്മകമായ സംഭവം തന്നെയാണ്. ഇപ്പൊ ചന്ദ്രന്റെ ഭൂമിയിലുള്ള ഗുരുത്വാകർഷണ ഫലവും അതുപോലെ ചന്ദ്രനിൽ നിന്ന് ഇങ്ങോട്ടുണ്ടാകേണ്ടുന്നതുമൊക്കെയായ സംഗതികളുമായി ബന്ധപ്പെട്ട് ചന്ദ്രൻ ഭൂമിയോട് ഇങ്ങോട്ട് അടുത്താൽ സാധാരണഗതിയിൽ വലിയ വലിയ തരത്തിലുള്ള എന്തുണ്ടാവും? വലിയ തരത്തിലുള്ള വേലിയേറ്റം ഉണ്ടാവും. വലിയ തരത്തിലുള്ള വേലിയേറ്റം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോ, അങ്ങനെ ഉണ്ടാകുമ്പോ മനുഷ്യ ശരീരത്തിലുള്ള നരമ്പുകളിൽ നിന്നൊക്കെ രക്തം നിർഗളിച്ച് കണ്ണിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, വായിലൂടെ, രോമകൂപങ്ങളിലൂടെ പുറത്തേക്ക് ചീറ്റും. അതൊന്നും ഇവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണോ നിന്റെ വാദമെങ്കിൽ ഇതെല്ലാം അസാധാരണ സംഭവമാണ്. അവിടെയാണ് അസാധാരണത്വം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ മുഅ്ജിസത്ത്, അസാധാരണത്വം. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷത വർദ്ധിക്കുന്നത്. അസാധാരണ കേസിലാകുമ്പോ ഇതൊന്നും സംഭവിക്കാതെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. അതാണ് അവിടെ നടന്നത്. അങ്ങനെ അങ്ങ് പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടല്ലോ. തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തീയിന് അഗ്നിക്ക് ചൂട് നൽകാൻ ആ അഗ്നിക്ക് ചൂട് വിട്ടുകൊടുത്തില്ലല്ലോ. ആ അഗ്നിക്ക് ചൂട് നൽകിയില്ലല്ലോ, തണുപ്പ് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്തത്. അഗ്നിയെ എയർ കണ്ടീഷനാക്കാൻ ആ അഗ്നിയെ നേരെ ഉൾട്ടയാക്കി നേരെ കൂളിംഗ് ആക്കി മാറ്റാനുള്ള കഴിവും ശേഷിയുമല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ നൽകിയത്. അപ്പോ ഇവിടെ ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഒന്നുമില്ലാതെ പ്രപഞ്ചത്തിൽ നടക്കുന്ന സംവിധാനങ്ങളെയൊക്കെ അവിടത്തേക്ക് വഴിപ്പെടുത്തി കൊണ്ടുവരാൻ, അവിടത്തേക്ക് കീഴ്പ്പെടുത്താൻ, അവിടത്തേക്ക് സലാം പറയിപ്പിക്കാൻ, അവിടത്തേക്ക് സുജൂദ് ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ പാകപ്പെട്ടത് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് വസ്തുതയാണ്, ചരിത്രമാണ്. രണ്ട് കഷ്ണമായി ഭൂമിയിലേക്ക് നേരെ വരുന്ന രംഗം പലരും കണ്ട കൂട്ടത്തിൽ നമുക്കറിയാമല്ലോ. ദക്ഷിണേന്ത്യയിലെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ചേരമാൻ പെരുമാളും കണ്ടുവെന്ന് ചില ചരിത്രകാരന്മാരെങ്കിലും അവകാശപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട്. അതിന്റെ ബലത്തെക്കുറിച്ചോ ആ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചോ ആ ചരിത്രത്തിന്റെ അതിന്റെ ഒരു സാധുതയുടെ അതിന്റെ സ്ഥിരീകരണത്തെക്കുറിച്ചൊന്നും ഞാൻ ഒരുപാട് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ എന്തൊക്കെ ആയാലും ചിലർ ചേരമാൻ പെരുമാൾ ഈ രംഗം കണ്ടതും മക്കയിൽ ചെന്ന് പ്രവാചക സന്നിധിയിൽ കലിമ ചൊല്ലിയതും ഒക്കെ വാർത്തയായിട്ട് കുറച്ചാളുകളെങ്കിലും അത് അംഗീകരിക്കുന്നില്ല. കുറെ ആളുകളെ അത് അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിക്കുന്ന പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ് എങ്കിൽ പ്രവാചക സന്നിധിയിലേക്ക് അറബി യാത്രികർക്കൊപ്പം കപ്പൽ കയറി ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ പോയെന്നും കാഴ്ചവെക്കാൻ ഇഞ്ചി കൊണ്ടുപോയെന്നും ഇന്ത്യയിലെ ജഞ്ചബീൽ കൊണ്ടുപോയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കലിമ ചൊല്ലി അവിടെ നിന്ന് അദ്ദേഹം താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു എന്നുമൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ മടക്കയാത്രയിൽ ബഹുമാനപ്പെട്ടവർ ഒമാനിലെ സലാലയിൽ വഫാത്തായി എന്നും ചിലർ പറയുന്നുണ്ട്. ഇതൊക്കെ ചരിത്രങ്ങളാണ്. അതിന്റെ അള്ളാഹു അതിന്റെ ആ സ്ഥിരീകരണത്തെക്കുറിച്ചുള്ള നമ്മൾ കിട്ടിയ ചരിത്രത്തിന്റെ ആ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ് എങ്കിൽ നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മഹാനായ ചേരമാൻ പെരുമാൾ അത് കാണുന്നു, അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ തോന്നുന്നു. ഇവിടെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ലൈറ്റസ്റ്റ് ദഅവ പ്രവർത്തനത്തിന്റെ ചില വഴികൾ നമ്മൾ ഇവിടെ കാണുകയാണ്.
ഒമാന്റെ സലാലയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. കേരളത്തിലെ നാടുവാഴികളിൽപ്പെട്ട ഒരാളുടെ ഖബർ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് ചേരമാൻ പെരുമാളുടേതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും അതല്ലല്ലോ നമ്മുടെ വിഷയം. പക്ഷേ ആ ഒരു പക്ഷത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു മുഅ്ജിസത്തിനെ കാണിക്കാൻ ഖുറൈശികൾ അത്ഭുതം ചോദിക്കുമ്പോഴും കാണിച്ചു കൊടുക്കുന്ന ഒരു പതിവ് പ്രവാചകനില്ലായിരുന്നു. പക്ഷേ ബുദ്ധി വികാസമെത്തിയ ജനത, ആ ഒരു ജനതയെ ആശയത്തിൽ ഒരു ചെക്കിംഗ് നടത്താൻ, ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനമെടുക്കാനുള്ള ചിന്തയെങ്കിലും അവർക്കുണ്ടാവട്ടെ എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാട്. വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ പ്രവാചകൻ കാണിക്കാറുണ്ട്. അതാണ് ഇവിടെ കണ്ടത്, അതവിടെ കാണിച്ചു കൊടുത്തത്. ചന്ദനം പിളർത്തുക എന്നതായിരുന്നു അവിടെ ചോദിച്ചത്, അതവർ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ ചേരമാൻ പെരുമാളുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിന് പിന്നിൽ അതാണ് നേരത്തെ പറഞ്ഞത്, അതാണ് നേരത്തെ ഈ പദ്യത്തിന്റെ ആ ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ, ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ. ആ നിശ്ചയം ആ ചന്ദ്രന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹാർട്ടുമായിട്ട്, അവിടുത്തെ ഹൃദയവുമായിട്ട് ഈ വിഷയത്തിൽ വലിയ ബന്ധമുണ്ട്. അവിടെയാണ് നമ്മുടെ വിഷയം. ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ. അവിടുത്തെ ഹൃദയവുമായിട്ട് ഈ ഒരു പിളർക്കപ്പെട്ട ഈ ചന്ദ്രനിക്ക് വലിയ ബന്ധമുണ്ട് എന്നതാണ് നമ്മുടെ വിഷയം. അങ്ങനെ വരുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതെന്താ? ഈ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ അവർ ചോദിച്ചപ്പോൾ ഇത് ചെയ്യാനുള്ള ഈ ഒരു കാര്യം നടത്തിക്കിട്ടാൻ റബ്ബിനോട് ആവശ്യപ്പെടുകയും അത് നടത്തുകയും അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ? പ്രബോധനത്തിന്റെ മക്കയിൽ മാത്രം, ഉമ്മുൽ ഖുറയിൽ മാത്രം, ആ 4 മാമലകൾ ചുറ്റപ്പെട്ട കഅബാലയത്തിന്റെ പരിസരത്ത് പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് തുടങ്ങി വെച്ച ആ പ്രബോധകൻ തന്റെ പ്രബോധനത്തിന്റെ ഒരു അന്താരാഷ്ട്ര സ്വഭാവം വരുത്താനുള്ള ലക്ഷ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ IT പുരോഗതിക്ക് പോലും സാധിക്കാത്ത ഒരു പ്രബോധന രീതിയല്ലേ അത്? ഒരേ സമയം മക്കയിലും കേരളത്തിലും ഏഷ്യ വൻകരയിലും ആകെ തന്നെയും എത്തുന്ന പ്രബോധനത്തിന്റെ അന്താരാഷ്ട്ര മോഡൽ അത് ഫലിച്ചു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാളങ്ങോട്ട് കടന്നു വരുന്നതിലൂടെ, അതും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ 1-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ, അതുമാത്രമല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഏതായാലും ഇസ്ലാമിനെ ശരിക്ക് കാണാനും അനുഭവിക്കാനും പുൽകാനും ഭാഗ്യം സിദ്ധിച്ച ഒരു വിഭാഗം ആളുകളാണ് കേരളീയ മുസ്ലിങ്ങൾ. അവരിൽപ്പെട്ട ഒരാൾക്കാണ് അങ്ങനെയുള്ള ഒരവസരം ഉണ്ടാവുന്നത്, കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പോയി എന്ന് വെക്കുകയാണെങ്കിൽ ചേരമാൻ പെരുമാൾ ചന്ദ്രപ്പിളർപ്പ് കണ്ടില്ലായിരുന്നെങ്കിൽ മക്കത്ത് പോകുമായിരുന്നോ? പോകില്ലായിരുന്നു. മാത്രമല്ല, രാജാവിന്റെ സ്വാധീനത്തിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ സലാലയിൽ മരണപ്പെട്ടു എന്നാണല്ലോ ചരിത്രം. സലാലയിൽ നിന്നും അദ്ദേഹം ഇവിടുത്തെ രാജാവിന് കത്തെഴുതുകയാണ്. ഈ വരുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടം നൽകണം, അവർക്ക് വേണ്ടുന്ന സഹധർമ്മിണികളെപ്പോലും നൽകണം, അവർക്ക് ജീവിക്കാനുള്ള സഹായം ചെയ്യണം. അതോ അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാള് അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് കത്ത് മുഖേന നാട്ടുരാജാവിന് കൊടുത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പിന്നീട് ഇവിടെ ഉണ്ടായ സംഭവം എന്താ? ഏകദേശം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഇസ്ലാമിന്റെ ആ ചലനാത്മകമായ കടന്നുകയറ്റത്തിന്റെ ഇറങ്ങിവരലിന്റെ ആ ഒരു മുഹൂർത്തം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒറ്റയടിക്ക് ഏകദേശം 12ഓളം പള്ളികൾ അറബിക്കടലിന്റെ തീരത്ത് പണിയാൻ പറ്റുമോ? ചേരമാൻ പെരുമാൾ അത് കണ്ടില്ലായിരുന്നുവെങ്കിൽ. കേരളമല്ലാതെ മറ്റ് രാജ്യങ്ങൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടാകുന്നു എന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാതൊരു തരത്തിലുള്ള IT പുരോഗതിയുമില്ലാത്ത തീർത്തും നിരക്ഷര കുട്ടികളായ ഒരു സമൂഹത്തിന് മുമ്പിൽ അവിടെ നിന്ന് കാണിച്ച ഏറ്റവും വലിയ ദഅവത്തിന്റെ അന്താരാഷ്ട്ര മോഡലും ഏറ്റവും ലേറ്റസ്റ്റ് സംവിധാനവുമല്ലേ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചിന്ത അതിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആ പ്രവാചകന്റെ മനസ്സ് ശരിക്കും കണ്ടറിയാൻ ചന്ദ്രന് കഴിഞ്ഞു എന്നാണ് ഈ സത്യം ചെയ്ത് പറയുന്നതിന്റെ അർത്ഥം. ഇന്നലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ, ഇന്നലഹു നിശ്ചയം ആ പിളർത്തപ്പെട്ട ചന്ദ്രനിക്കുണ്ട്, മിൻ ഖൽബിഹി തന്റെ ഹൃദയത്തിനോട് നിസ്ബത്തുൻ വലിയ ബന്ധമുണ്ട്. ഈ വിഷയത്തിൽ പ്രവാചകന്റെ ഹാർട്ടുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന്. അപ്പൊ ഇത് വലിയ ചിന്തകൾ നമുക്ക് നൽകുന്നു. വലിയൊരു എക്സിബിഷൻ നടന്നതുപോലെ നമുക്കിതിനെ കാണാൻ പറ്റും. രണ്ട് മലകളുടെ മുകളിലൂടെ ചന്ദ്രൻ ഇങ്ങോട്ട് വന്നിറങ്ങുക എന്നത് ഭൂമിയുടെ മറുപുറത്തുള്ളവർ അപ്പോൾ കാണുന്നില്ലെങ്കിലും കാണുന്ന പകുതി എക്സിബിഷനിൽ പങ്കാളികളാക്കാൻ ചന്ദ്രൻ ശ്രമിക്കുന്നു. അത് മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു തെളിഞ്ഞ് നടന്നുകൊട്ടല്ല, ശരിയാമണ്ണം ഇങ്ങോട്ട് വന്നിറങ്ങുകയാണ്. ഇതെല്ലാമാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഹൃദയവുമായിട്ടുള്ള ഈ ബന്ധത്തെ വളരെ ശക്തമായ ഭാഷയിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ചന്ദ്രന് പ്രവാചക മനസ്സുമായി ടച്ചുണ്ടെന്ന് ഞാൻ നേരായ സത്യം ചെയ്യുന്നു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആ പദത്തിന്റെ നിസ്ബത്ത്, ആ നിസ്ബത്തിന്റെ അർത്ഥം എന്താ? ഇന്നലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ. അതിന് തുല്യത, ബന്ധം, അങ്ങനെ പല അർത്ഥങ്ങളും അതിന്, സാമ്യത എന്നൊക്കെ പല അർത്ഥങ്ങളും അതിന് മലയാള പദത്തിൽ നൽകാം. അപ്പോൾ ഈ പദ്യസാരം ചന്ദ്രന്റെ പിളർപ്പിന് പ്രവാചകരുടെ ജീവിതത്തിൽ 4 തവണ സംഭവിച്ച ഹൃദയശാസ്ത്രക്രിയയോട് ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കണം എന്ന് ചില എഴുത്തുകാർ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഹൃദയം പിളർന്നത് രോഗം കൊണ്ടല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പിളർത്തിയ സന്ദർഭങ്ങളുണ്ട്. ആ രംഗമൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മഹാനായ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ നമുക്ക് രസകരമാണ്. അതൊരു മാസ്മരികതയാണ്, ഒരു ആനന്ദമാണ്. അവിടത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനും പറയാനും വലിയ രസമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പിളർന്നത് രോഗം കൊണ്ടല്ല. അവിടുത്തെ ഹൃദയം പിളർത്തിയിട്ടുണ്ട്, ശുദ്ധീകരിച്ചിട്ടുണ്ട്. സംസം വെള്ളം കൊണ്ട് കഴുകിയ രംഗമുണ്ടല്ലോ. തിരുമേനിയുടെ താമസം മുലയൂട്ട് ഉമ്മയായ ഹലീമാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലായിരുന്നു. ഹലീമാ ബീവിന്റെ അടുക്കലായിരുന്നു റസൂലുള്ളാഹ് മുലയൂട്ടാൻ പോയത്. തായിഫിനടുത്ത ആ സ്ഥലം. കൂട്ടുകാർക്കൊപ്പം ആടിനെ മേച്ചുകൊണ്ടിരിക്കെ 3 മലക്കുകൾ വന്ന് അവിടുത്തെ ഹൃദയം ശാസ്ത്രക്രിയ നടത്തിയ സംഭവമുണ്ടല്ലോ. വേദനയില്ലാത്ത ഓപ്പറേഷൻ. അങ്ങനെ നെഞ്ചുകീറി ഹൃദയം പുറത്തെടുത്ത് ഉള്ളിൽ നിന്ന് ചിലതെല്ലാം പുറത്തു കളഞ്ഞ് ഇൽമും ഈമാനും ഹിക്മത്തും അതിൽ നിറച്ച്, ഈമാനും ഹിക്മത്തും ഇൽമുമൊക്കെ അതിൽ നിറച്ച് അത്തരത്തിലുള്ള പ്രഭാകിരണങ്ങളൊക്കെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ടത് ബന്ധു ചെയ്യുകയാണ്. 10 വയസ്സുള്ളപ്പോൾ മക്ക മരുഭൂമിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴും 2 മലക്കുകൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകനെ നെഞ്ചു പിളർത്തി ഹൃദയം കഴുകി അതിൽ ഇൽമും ഈമാനും ഹിക്മത്തും നിറച്ചിട്ടുണ്ട്. അങ്ങനെ 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതരായപ്പോൾ 3ാമത്തെ ശാസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. 1ാമത്തേത് മുലയൂട്ടാൻ വേണ്ടി ഹലീമാബിയുടെ വീട്ടിലേക്ക് പോയപ്പോ, 2ാമത് 10 വയസ്സുള്ളപ്പോ മക്ക മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ, പിന്നീടുണ്ടായത് 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആഗതമാവുന്ന സന്ദർഭത്തിൽ. പിന്നെ ഒന്ന് നടന്നത് 51ാം വയസ്സിൽ. ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. 51ാം വയസ്സിൽ ഇസ്രാ മിഅ്റാജ് ഇറങ്ങും മുമ്പായി അവസാനത്തെ 4ാമത്തെ ശാസ്ത്രക്രിയ നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 4ാമത്തെ സംഭവം ശരിയാവണ്ണം സഹീഹുൽ ബുഖാരിയിൽ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ടല്ലോ ഹദീസ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, ഫർറജ സഖഫ ബൈതി വ അന ബി മക്ക. ഞാൻ മക്കയിലായിരിക്കുമ്പോൾ എന്റെ വീടിന്റെ തട്ടിങ്ങട് തുറന്നു. എന്നിട്ട് ഫനസല ജിബ്രീലു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ഫഫർറജ സദ്രി, എന്റെ സദ്രിങ്ങോട്ട് പിളർത്തി. ثم غسله من الماء زمزم من ماء زمزم ثم غسله, പിന്നെ ആ ഹൃദയത്തെ കഴുകി മിൻ മാഇ സംസം, സംസം വെള്ളത്തിനാൽ. ثم جاء بطشة من ذهب ممتلئ حكمة وإيمانا, ജ്ഞാനവും അറിവും ഈമാനും നിറച്ച, ഹിക്മത്തും ഈമാനും നിറച്ച ഒരു തളികയിൽ ഒരു തളികയെടുത്ത് അതിലുള്ളതത്രയും എന്റെ ഹൃദയത്തിൽ, അഥവാ ഫഅഫ്റുഹ ഫീ സദ്രി, അതത്രയും എന്റെ ഹൃദയത്തിൽ ഇങ്ങോട്ട് ചൊരിച്ചു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന്റെ ആ ഓരോ ഘട്ടം വന്നപ്പോഴും, ബാല്യപ്രായത്തിൽ അനാഥത്വം നേരിട്ടപ്പോ, അബ്ദുൽ മുത്തലിബ് മരിച്ചുപോയപ്പോ, അബൂ താലിബിന്റെ വീട്ടിൽ ജീവിക്കുന്ന ആ കുട്ടി 10 വയസ്സുവരെയുള്ള പ്രായത്തിൽ അവിടുന്ന് അനാഥനാണെങ്കിൽ പോലും ഒരു സനാതന്റെ കരുത്തും ഊർജ്ജവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു. അത് ഈ ഓപ്പറേഷന്റെ ഫലമാണ്. നഷ്ടബോധമില്ലാതെ, ഒരു വാടിത്തളരില്ലാതെ ആ കൊച്ചുബാലൻ അബൂ താലിബിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടുകൂടി വളരുകയാണ്. 10 മുതൽ 40 വയസ്സുവരെയുള്ള 30 വർഷം വമ്പൻ പരിവർത്തനങ്ങളുടെ ടൈമാണ്. കൗമാരം, യൗവനം തുടങ്ങിയ കൗമാരവും യൗവനവും ഒക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ മധ്യവയസ്കതയിലേക്ക് എത്തുകയാണ്. ഈ ഘട്ടത്തിലൊക്കെ യഥാർത്ഥ നിയന്ത്രണം, അള്ളാഹുവിന്റെ നേരിട്ടുള്ള നിയന്ത്രണം ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ 40 വയസ്സിൽ രംഗത്ത് വരുമ്പോ അന്നേക്ക് മുതൽ കൂട്ടാക്കാവുന്ന നല്ലൊരു കൗമാരവും യൗവനവും ഒക്കെ ശേഖരിക്കേണ്ടതുണ്ടല്ലോ. അതിലൊക്കെ ഉപരി ഒരുപാട് ആത്മീയമായ ശക്തിയും തേജസ്സും ഓജസ്സും നേടിയെടുക്കേണ്ടതുണ്ടല്ലോ. അതൊക്കെ അള്ളാഹു നൽകുകയാണ്. 40 വയസ്സിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുന്ന് എങ്ങനെയുള്ള ഒരു ആളായിരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ച് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രയാണത്തിൽ, അവിടുത്തെ ഈ പ്രപഞ്ചങ്ങളിൽ നടന്ന അവിടുത്തെ ജീവിതകാലത്ത് നടന്ന പല സംഗതികളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വലിയ ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. എന്റെ സമയം അതിക്രമിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ തോന്നിപ്പോവുകയാണ്. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ അതിലപ്പുറം ഇൻഷാ അല്ലാഹ് ശരിയല്ല. ഇനിയും പരിപാടികൾ നടക്കാനുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. ഏതായിരുന്നാലും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കിലും മഹബത്തിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുത്തെ സ്നേഹിച്ച് ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു ഖൽബിയായ ബന്ധം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയും അവിടത്തോടുള്ള സ്വലാത്തും സലാമും ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ഏത് ദൂരദിക്കുകളിലായാലും നാവിങ്ങനെ സ്വലാത്തിലൂടെ മന്ത്രിച്ചുകൊണ്ട് ആ ഒരു പ്രഭാകിരണം നമ്മുടെ ഹൃദയങ്ങളിലൊക്കെയും ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവേണ്ടതുണ്ട്. മദീന എന്ന് പറയുന്ന മണ്ണിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാള് പാടിയ ഒരു പദ്യശകലം 2 വരി മാത്രം ഇന്ന് ഞാൻ പാടിക്കൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ സേവന പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, പഠനങ്ങൾ, പഠിക്കലും പഠിപ്പിക്കലുമൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് എന്ന് പറയുന്ന അദ്ദേഹം വലിയ പണ്ഡിതനാണ്. ആ പ്രവാചക സ്നേഹത്തിന്റെ ഒരു നിറകുടമായിരുന്നു അവിടുത്തെ ഒട്ടനവധി അധ്യാപനങ്ങൾ, പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംഗതികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ നിന്ന് പാടുകയാണ്, മദീന കാണാൻ സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളൊക്കെ അവിടുന്ന് രചിച്ച് അവിടുത്തെ പ്രവാചകന്റെ ഇഷ്കും മഹബത്തിലുമായി ജീവിച്ച് അവിടുത്തെ പ്രീതി കൈപ്പറ്റി ജീവിച്ച ഒരു മഹാവ്യക്തിത്വമാണ്.
ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം പാടിയ ഒരുപാട് കവിതകളുണ്ട്. അതിലെ ഒരൊറ്റ വചനം ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നു. യാ ദാറ ഖൈറിൽ മുർസലീന വമൻ ബിഹി ഹുദിയൽ അനാമു വഖുസ്സ ബില്ലായാതി عندي لأجلك لوعة وصبابة وتشوق متوقد الجمرات. يا دار خير المرسلين, മുർസലീങ്ങളിൽ ഖൈറായവരുടെ വീട് അഥവാ റൗള ഷരീഫിനെ ഉദ്ദേശിച്ചുകൊണ്ട് പാടുകയാണ്. വമൻ ബിഹി ഹുദിയൽ അനാമു വഖുസ്സ ബിൽ ആയാതി, ആ ദൈവീക ദൃഷ്ടാന്തങ്ങൾ സ്വന്തമാക്കപ്പെടുകയും മനുഷ്യമക്കളെ മുഴുവനും സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്ത പ്രവാചക ശ്രേഷ്ഠരുടെ മുർസലുകളിൽ ഖൈറായവരുടെ വീട്. അൻദീലി അജലിക ലൗഅത്തുൻ വസബാബത്തുൻ വതശവ്വുഖുൻ മുതവഖിദുൽ ജമറാത്തി. നിന്നോട് അമിത സ്നേഹവും അതുപോലെ അങ്ങേ അറ്റത്തെ പ്രേമതാരല്യവും അതിങ്ങനെ കനലുകൾ കത്തുന്ന ആസക്തിയും എന്നിലുണ്ട്. എനിക്കങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഖേദപ്രകടനം ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ നിന്ന് ഈ കാവ്യത്തിലൂടെ ചെയ്യുന്നത്. അത്തരം ആശിക്യങ്ങളുടെയും മുഹിബ്ബീങ്ങളുടെയും ഒക്കെ ഇഷ്ടനിധികളായി ജീവിക്കാൻ അവിടത്തേക്ക് അവരെയൊക്കെ സ്നേഹിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സംസാരവും കേൾക്കലും പറയലുമെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം വഹിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും അള്ളാഹു ഖൈറാത്തുകൾ ബറക്കാത്തുകൾ വർദ്ധിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്പം വൈകിട്ട് ക്ഷമിക്കണം. നമ്മുടെ മഗ്രിബി ബാങ്ക് കൊടുത്തു. അള്ളാഹു നമ്മുടെ സകല പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത വ്യാഴാഴ്ച അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് തുടരാം. അങ്ങനെ ഇൻഷാ അല്ലാഹ് കാര്യമായ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെയും ചില ഒന്നുവരെ പരിപാടികളൊക്കെ നാട്ടിലാവുമ്പോൾ ഉണ്ടാവും. വ്യാഴാഴ്ചത്തെ എനിക്ക് ഉറപ്പില്ല. ഏതായാലും തിങ്കളാഴ്ച ഒരുപക്ഷെ നമുക്ക് തുടർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന വസിയത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.